അംബേദ്കർക്ക് മഹാഭാരതത്തിലും രാമായണത്തിലും ഇന്ത്യയിലെ പുരാണ ഇതിഹാസങ്ങളിലും മാത്രമല്ല ഉപനിഷത്തുകളിലും അഗാധ ജ്ഞാനം ഉണ്ടായിരുന്നു. അദ്ദേഹം അവയൊക്കെ എത്രയോ മനനം ചെയ്തിട്ട് അതിൻ്റെ അർത്ഥമില്ലായ്മയെയും കളിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കളിയാക്കൽ പറയാമല്ലോ. ഡോം മൊറൈസുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഫ്രാങ്ക് മൊറൈസുമായിട്ട്. ഫ്രാങ്ക് മൊറൈസ് എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻ ആയ ഒരു എഴുത്തുകാരനും അദ്ദേഹം വളരെ കാലം പ്രമുഖ ജേണലിലെല്ലാം ലേഖനങ്ങൾ എഴുതിയിരുന്ന ആളുമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അംബേദ്കറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ, അതൊരു ഹാസ്യരൂപേണയാണ് പറയുന്നത്. അംബേദ്കറിൽ നിന്ന് വരുന്ന ആ ഒരു പ്രതിഷേധത്തിൽ ഊന്നിയ പരിഹാസം, അത് ശരി, അതാണ് നോക്കേണ്ടത്. അത് അംബേദ്കർ ഒരുപാട് അംബേദ്കർ പറയുന്നു. അംബേദ്കർ പറയുന്നത് ഈ എല്ലാവരും ഇവിടെ ഊറ്റം കൊള്ളുന്ന ബ്രാഹ്മണനും എല്ലാം ഊറ്റം കൊള്ളുന്നത് എഴുതിയ 3 സാധനങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഒരു കാട്ടാളനായ രത്നാകരൻ എഴുതിയ രാമായണം. 2 ഒരു മുക്കുവ സ്ത്രീക്ക് ജനിച്ച മുക്കുവൻ എഴുതിയ മഹാഭാരതം. 3 ചാമർ സമുദായത്തിൽ ജനിച്ച് ചാമരായിട്ട് ജോലി ചെയ്ത ജനിച്ച് ഞാൻ സഹായിച്ചു തയ്യാറാക്കി കൊടുത്ത ഇന്ത്യൻ ഭരണഘടന. അംബേദ്കറുടെ ജാതിയുടെ പേര് ചാമർ എന്നാണ്. അത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെടുന്നതാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനെ ഏറ്റവും ലാസ്റ്റ് ലെഗ് ആണത്. അതിലെ ലാസ്റ്റ് റങ്ങിൻ്റെ ലാഡർ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ആണ് അദ്ദേഹം ഇത് പറയുന്നത്, ഈ ഫലിതം പറയുന്നത്. അപ്പോൾ ഈ 3 പേരുടെ കോൺട്രിബ്യൂഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ളത്. പിന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നതെല്ലാം മഹർഷിമാരുടെ തോളിലങ്ങ് വയ്ക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് അർത്ഥശാസ്ത്രം, അത് കൗടില്യൻ്റെത് അല്ലെങ്കിൽ ചാണക്യൻ്റെത്. ചാണക ആ കുടുംബത്തിൻ്റെ പേര് വെച്ചിട്ടാണ് അങ്ങനെ വാക്ക് വരുന്നത്. ചാണക്യൻ എന്നുള്ളത് ചണകൻ്റെ ഫാമിലിയിൽ നിന്ന് ചണകൻ അവിടുത്തെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടുന്നതെന്നുള്ള ഒരു ഗുണമല്ലല്ല. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് വേറൊന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികൾ, ആ ഉദ്ധരണികൾ ചാണക്യസൂത്രം എന്ന് പറയുന്നത് ഇന്നും നമ്മൾ അങ്ങേറ്റം ബഹുമാനിക്കേണ്ടതാണ്. അതിനേക്കാൾ കവിഞ്ഞ് വരുന്ന തന്ത്രശാസ്ത്രങ്ങൾ വേറെ ഇല്ല അർത്ഥശാസ്ത്രത്തിൽ. അതിലെ ഒരു തെളിവെന്ന് പറഞ്ഞാൽ രാജ്യം സംരക്ഷിക്കുന്ന ആൾക്കാർക്ക്, സൈനികർക്ക് ഒരു കാരണവശാലും അവരുടെ ശമ്പളം കുറയ്ക്കാൻ പാടില്ല. അത് കാരണം അവരുണർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ധൈര്യമായിട്ട് ഉറങ്ങുന്നത്. ഇതാണ് അതിൽ പറയുന്ന പ്രയോഗം. അവരുണർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. മിലിറ്ററിയെ സംബന്ധിക്കുന്ന ലോ അതാണ്. അതിന് രൂപം കൊടുത്തത് ചാണക്യനാണ്. അപ്പോൾ അത് ചാണക്യസൂത്രം വലിയ ബൃഹത്തായ പുസ്തകമാണ്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ ഉപജീവിച്ച് നോവൽ വരെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ അതെ, അതായത് ഒരു ഘട്ടത്തിൽ ചാണക്യൻ്റെ കാലഘട്ടത്തെ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കുമ്പോൾ ആധുനിക ചാപ്റ്ററിൽ കാലഘട്ടത്തെ മറ്റൊരു ഭാഗത്ത് വിശദീകരിച്ച് അങ്ങനെ പോകുന്ന ഒരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ഈ നോവലിനെ കുറിച്ച് എനിക്കറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ ഒരു കൊളീഗായിട്ടിരുന്ന ലാൽകുമാറാണ് എനിക്ക് ഇങ്ങനൊരു പുസ്തകമുണ്ട് സാർ, അത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ഞാൻ വായിക്കുകയും ചെയ്തത്. പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വം അന്നുണ്ടായിരുന്നതിൽ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത് ഏറ്റവും കരുത്തനാണ് ഏറ്റവും വലിയ രക്തസാക്ഷിയാകുന്നത്. അല്ലാതെ ദുർബലനെ ഒന്നും വേറെ നഷ്ടപ്പെടാനില്ല. അങ്ങനെ കരുത്തനായിരുന്ന കർണൻ ആ ഒരൊറ്റ കാരണം കൊണ്ട്. ഇനി ഇതിനോടെ തന്നെ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് അക്കാലത്തെ സ്ത്രീകളുടെ അവസ്ഥ. അത് നേരത്തെ ഞാൻ ദ്രൗപദിയുടെ കാര്യത്തിൽ പറഞ്ഞു. ദ്രൗപദി പണയവസ്തുവാണോ എന്നുള്ള ചോദ്യത്തിന് ദ്രൗപദി പണയവസ്തുവാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു അനോമലി, 5-1 മാത്രമുള്ളവർക്ക് അവകാശമുള്ള ദ്രൗപദിയെ പണയവസ്തുവാക്കുന്നത് നീതികേടാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ദ്രൗപദി പണയവസ്തു അല്ലാതായി മാറുകയും. പക്ഷേ വീണ്ടും വിളിക്കുമ്പോൾ നമ്മുടെ ധർമ്മപുത്രർ
ചൂത് കളിക്കാൻ വരികയും അങ്ങനെ വീണ്ടും ഒരു 12 കൊല്ലത്തെ വനവാസം. ഈ 12 കൊല്ലത്തെ വനവാസത്തിനിടയിലും അടുത്തൊരു വലിയ പീഡനം നടക്കുന്നുണ്ട്. ആ പീഡനം എന്ന് പറയുന്നത്, ദ്രൗപദി കാട്ടിൽ താമസിക്കുകയാണ്. ബാക്കിയുള്ള ഭർത്താക്കന്മാരൊക്കെ ആഹാരം അന്വേഷിച്ച് പോവുകയും ചെയ്തിരിക്കുകയാണ്. ഈ സമയത്താണ് ദ്രൗപദിയുടെ ഒരേ ഒരു സിസ്റ്ററില്ല എന്ന് പറയാവുന്ന ദുശ്ശളയുടെ ഭർത്താവ് ജയദ്രഥൻ വരുന്നത്. അപ്പം ജയദ്രഥനൊക്കെ ഇവരെല്ലാവരും ഇത് കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ദ്രൗപദിയെക്കുറിച്ച് എല്ലാവരും വർണ്ണിക്കുന്നത് കേൾക്കുന്ന കേട്ടതൊന്നും അല്ല വെളുത്ത സുന്ദരിയാണെന്ന്. ദ്രൗപദി കറുത്തയാളാണ്. ശരി. ആ അല്ല, അത് കൃഷ്ണയെ അങ്ങനെ ഒരു പേരില്ല. അതെ അതെ. അല്ല, ഈ നമുക്ക് ഈ കറുപ്പ് വെളുപ്പാകുന്നത് വളരെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. അതിനെക്കുറിച്ച് വെളിയം ഭാർഗവൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. എന്നോട്ടാണ് ഈ വെളുപ്പ് വന്നതെന്നുള്ളത്. മുമ്പ് കറുപ്പിനായിരുന്നു പ്രാധാന്യം. അങ്ങനെയായിരുന്നു. അപ്പോൾ കറുത്ത, ശരിക്കും പറഞ്ഞാൽ ദ്രൗപദി കറുത്ത ആളാണ്. ദ്രൗപദി അങ്ങനെ മഹാഭാരതത്തിൽ വർണ്ണിക്കുന്നുമുണ്ട്. പക്ഷെ ദ്രൗപദിയുടെ കണ്ണുകൾ, ദ്രൗപദിയുടെ ശരീരഘടന, ഇതെല്ലാം വളരെയേറെ എൻറ്റൈസിങ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ സുഹൃത്ത് രാജശേഖരൻ പിള്ളയുടെ ഭാഷ കടമെടുത്ത എൻറ്റൈസിങ് ആയിരുന്നു. അപ്പോൾ ഈ ദ്രൗപദി കാട്ടിൽ വന്നിരിക്കുന്നത് പിന്നെ സഹോദരി, ഭർത്തൃ സഹോദരിയാണ്, ഭർത്താവാണല്ലോ വന്നത്. ഉടനെ അവർക്ക് വേണ്ട അതൊക്കെ സ്വീകരിച്ച അവർ അദ്ദേഹത്തിനെ അവിടെ ഇരുത്താൻ നോക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു പ്രവൃത്തിയാണ് ചെയ്തത്. ഉടുതുണിയിൽ പിടിച്ചു വലിച്ച് രഥത്തിലേക്ക് വസ്ത്രാക്ഷേപത്തിനും ഈ വസ്ത്രാക്ഷേപത്തിന് ഒരു ഭാഗമുണ്ട്. വസ്ത്രാക്ഷേപം അനേകരുടെ മുമ്പ് വെച്ചാണെന്നുള്ള ഒരു വൃത്തികേട് കഴിച്ചാൽ അവിടെ മറ്റു തരത്തിലുള്ള നിയമം പറയുന്ന മറ്റേ 376 ഒന്നും അവിടെ ഇല്ല. അതൊന്നുമില്ല. അവിടെ ഉള്ളത് വളരെ സിമ്പിളാണ്. ദാസിയാണ്, ദാസി വരൂ എൻ്റെ പിന്നെ ഇരിക്കും എന്നൊക്കെ ഉള്ള പല ദുര്യോധനൻ്റെ പറച്ചിലുകളുണ്ട്. അവിടെ തീരുകയാണ്. ഇതല്ല. ഇത് പൊക്കെ എടുത്ത് ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തികളിലേക്ക് അതെ, അതിനുള്ള എല്ലാം അദ്ദേഹം ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞ് ഉടനെ തന്നെ ഇതറിഞ്ഞു. ഭീമൻ ഉടനെ ഈ വിളി നിലവിളി കേൾക്കുന്നു. നിലവിളി കേട്ട് കർണൻ സഹായിച്ചു എന്നൊരു വെർഷനുണ്ട്. പക്ഷെ അത് എത്ര കണ്ട് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. സഹായിക്കുന്നത് അദ്ദേഹം കാട്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത്, രഥത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ നിലവിളി കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു അസ്ത്രം അയച്ചു. ആ അസ്ത്രം കൊണ്ട് ഇയാളുടെ രഥം തെറിച്ച് വീഴുകയും അങ്ങനെ ഇയാൾ താഴെ വീണതിനിടയ്ക്ക് ഭീമൻ നിലവിളി കേട്ട് വന്ന് ഇയാൾ പിടിച്ചുകൊണ്ട് വരികയും ചെയ്തു. അപ്പം പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അല്ല, അത് ഞാനൊരു വെർഷനേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിനെക്കുറിച്ച് സാധ്യത കുറവായിരിക്കാം. പക്ഷെ പലപ്പോഴും കർണൻ ഈ വനത്തിൽ ഇവർ താമസിക്കുന്ന സമയം അവിടെ സഞ്ചരിച്ചിട്ടുണ്ട്. കാരണം വനവാസകാലത്ത് തമ്മിൽ കാണാമല്ലോ, അതിൽ കുഴപ്പമില്ല. അങ്ങനെ സഞ്ചരിച്ചിട്ടുള്ളപ്പോഴാണ് ഒരിക്കൽ കാട്ടിൽ നിന്നപ്പോൾ ഒരു വൃക്ഷത്തിൽ നിന്നും ഒരു ഫലം യുധിഷ്ഠിരൻ കയറി പറിച്ചതും ആ പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും വനദേവതമാർ പറയുന്നു, ഇത് പറിക്കാൻ പാടില്ല, ഇത് ദേവതയ്ക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഇത് തിരിച്ചവിടെ വയ്ക്കണം. അങ്ങനെ തിരിച്ചു വയ്ക്കാനായിട്ട് അവർ ശ്രമം നടത്തുന്നു. കൃഷ്ണൻ അവിടെ ഉടനെ വരുന്നു. വന്നിട്ട് പറഞ്ഞു, ഏറ്റവും ധർമ്മിഷ്ഠനായ ആളിനെ വന്നാലേ ഈ ഫലം തിരിച്ച് എവിടെ നിന്ന് പറിച്ചു അവിടെ എത്തുകയുള്ളൂ. അങ്ങനെ യുധിഷ്ഠിരനെ കൊണ്ട് യുധിഷ്ഠിരൻ റെഡിയായിട്ട് വന്നു. പക്ഷേ ഇത് പകുതി ചെന്ന് നിൽക്കുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ തോറ്റു. ധർമ്മിഷ്ഠനല്ലെന്ന് തെളിഞ്ഞു. മഹാഭാരത യുദ്ധത്തിനൊക്കെ മുമ്പേ ഈ വനവാസകാലത്ത്. അപ്പോഴാണ് പറഞ്ഞത് ഇനി ഒരാളുണ്ട്, കർണനെ വരുത്താം. അങ്ങനെ അദ്ദേഹത്തിനോട്. അപ്പോൾ അത് ഉടനെ തന്നെ അവിടെ അറിയില്ല എന്നൊക്കെ ഉള്ള ഒന്നുമില്ല. അദ്ദേഹം മാതിരി ആളല്ല. ഈ അതിന് ഞാൻ പറഞ്ഞു തരാം എൻ്റെ വളർത്തു ദോഷത്തെക്കുറിച്ച്. അപ്പോൾ അവിടെ വന്ന് ഇത് ഞാൻ ധർമ്മം വിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോകട്ടെ എന്ന് പറഞ്ഞു. നേരെ ചെന്ന് പഴയതുപോലെ ഫലം അവിടെ പതിക്കുകയും യാതൊന്നും സംഭവിക്കാത്ത രീതിയിൽ കർണം മടങ്ങിപ്പോയതായിട്ടും കഥ പറയുന്നുണ്ട്. അല്ല, അത് ആ ജീവിതം മുഴുവനും അങ്ങനെയാണ്. ഈ കർണനെ പറയുന്നത് PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ളതിനകത്ത് ദ്രൗപദിയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്.
കർണൻ അങ്ങ് തന്ന ഭിക്ഷയാണല്ലോ എൻ്റെ ജീവിതത്തിലെ ഈ സൗഭാഗ്യം എന്ന് പറയുന്നത്. കാരണം ഇതിലേതെങ്കിലും ഒന്നിനെ കൊന്നിരുന്നെങ്കിൽ ഞാൻ വിധവയാണ്. ശരിയാണ്. ഒരാളിനെ കൊന്നാലും വിധവയാണ്. അത്ര പോലും നോവിക്കാതെ ഉത്തമനായ ഒരു വ്യക്തിയായിട്ടാണ് കർണനെ ചിത്രീകരിക്കുന്നത്. അപ്പം കർണനെ എൻ്റെ ആ വലിപ്പം മനസ്സിലാക്കിയ ദ്രൗപദി കർണനെ മനസ്സുകൊണ്ട് നമിക്കുമ്പോഴും അത് പക്ഷേ ഒരു വി ക്യാൻ കാൾ ഇറ്റ് ആസ് എ പ്ലാറ്റോണിക് ലവ് അങ്ങനെ കരുതുമ്പോഴും, കാരണം ഈ ഒരു ഓഫർ പിന്നീട് ഇടയ്ക്ക് വരുന്നുണ്ട്. ഈ കർണൻ എന്നെ വിളിച്ചിട്ട് കൃഷ്ണൻ പറയും, അങ്ങ് കൗന്ദേയനാണ്, അതുകൊണ്ട് പാണ്ഡവരോട് സന്ധി ചെയ്യൂ, അങ്ങയുടെ രഥത്തിൻ്റെ തേരാളിയായിട്ട് യുധിഷ്ഠിരൻ വരും, പുറകെ മറ്റേ വെഞ്ചാമരം വീശാനായിട്ട് ഭീമനും മറ്റുള്ളവർ എല്ലാം 4 പേരും നിൽക്കും, 6-ാം ഊഴത്തിൽ ദ്രൗപദിയും അങ്ങയെ സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ കൃഷ്ണനെ ഒരു കഥാപാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു തമാശ തോന്നും. കൃഷ്ണനെ കഥാപാത്രമായിട്ട് കണ്ടാലും അദ്ദേഹത്തിന് അറിയാം ഈ ആളുകൾ അല്ല വീഴ്ത്തുന്നതിനുള്ള തന്ത്രങ്ങൾ. അത് വളരെ ചെറിയ വേലകളാണ്. അത് ഒരു സ്ത്രീയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അതൊക്കെ ഇന്നത്തെ കണക്ക് തന്നെ അന്ന് അത് തന്നെയാണ് അന്നും ഇന്നും.